എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സിനോട് നിങ്ങൾ പലപ്പോഴായി നോ പറയാറുണ്ടോ? എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതെ, ചില ഭർത്താക്കന്മാർ പറയുന്നതാണ് ഭാര്യമാർ തുടർച്ചയായി ലൈംഗിക വീഴ്ചയോട് നോ പറയാറുണ്ടെന്ന്. എന്നാൽ കേട്ടോളൂ സ്ത്രീകളെ, കോടതി വിധി പോലും പുരുഷന്മാർക്ക് അനുകൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്. അതെ, 5 മാസം വരെ തൻ്റെ പങ്കാളി തുടർച്ചയായി ലൈംഗിക വീഴ്ചയിൽ നോ പറയുകയാണെങ്കിൽ ബന്ധം തന്നെ വേർപെടുത്താമെന്നാണ് കോടതി വിധി. അതെ, പുരുഷന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: കിടക്കയിൽ ഒന്നുകിൽ മരത്തടി പോലെ കിടക്കുകയോ അല്ലെങ്കിൽ യാതൊരുവിധ താല്പര്യവും എടുക്കാതെ ഇരിക്കുകയോ. ലൈംഗിക ബന്ധത്തിനായി തുനിയുമ്പോൾ നോ പറയുകയും ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കുടുംബജീവിതം തന്നെയാണ് താറുമാറാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. എന്നാൽ മറ്റ് ശാരീരികമായോ മാനസികമായോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടല്ലാതെ മറ്റ് വിധങ്ങളിൽ നുണ പറയുന്നവർ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങളുടെ പങ്കാളി എന്തുകൊണ്ടാണ് നോ പറയുന്നത് എന്ന് ആദ്യം കണ്ടെത്തുക. പ്രശ്നം മാനസികമാണോ അതോ ശാരീരികമാണോ എന്നതാണ് ആദ്യം അറിയേണ്ടത്. ശാരീരികമാണെങ്കിൽ മറ്റെന്തെങ്കിലും ഭയം കൊണ്ടോ അല്ലെങ്കിൽ മുൻ പ്രായത്തിൽ കഴിഞ്ഞുപോയ എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ടാണോ നിങ്ങളുടെ പങ്കാളി പേടിക്കുന്നത്? അല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഇതിന് പിന്നിലുണ്ടോ എന്നതുകൂടി നോക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യണം. അതിനുശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാവൂ. എന്നാൽ ശാരീരികവും മാനസികവുമായ മറ്റൊരു കാര്യവുമില്ലാതെ നിങ്ങളുടെ പങ്കാളി തുടർച്ചയായി നിങ്ങളോട് നോ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൈവേഴ്സിന് നീങ്ങാം എന്നാണ് കോടതി വിധി പറയുന്നത്. അപ്പോൾ തുടക്കമേ അറിയുക. പ്രശ്നങ്ങൾ ചോദിച്ച് ഇരുവരും ഷെയർ ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.